ഇന്ന് ഒരു ചെയ്യാൻ പോകുന്ന റെസിപ്പി നോൺ വെജ് ആയിരിക്കും എന്നാണ് ആനി പറയാൻ വരുന്നതെന്നല്ലേ? കറക്റ്റാണ്, നോൺ വെജ് തന്നെ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ചെയ്യാൻ പോകുന്നത് പ്രോൺസ് ആണ്. പ്രോൺസ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു സാധനം തന്നെയാണ്. ഈ ഒരു കറി സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വേറെ വെജിറ്റേറിയനിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കൊഞ്ചിൻ്റെ രുചി എവിടെ കിട്ടാനാ അല്ലേ? ഏത് വെജിറ്റാലാ കൊഞ്ചിൻ്റെ രുചി വരുന്നതെന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, എനിക്കൊട്ട് അറിവില്ല അതിനെക്കുറിച്ച്. നമുക്ക് ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനൊരു ഈ കൊഞ്ചുകറി എന്ന് പറഞ്ഞാൽ സാധാ നമ്മൾ ചെയ്യുന്ന കൊഞ്ചുകറി പോലെ ഉള്ളൂ. ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു വ്യത്യാസം അത്രേ ഉള്ളൂ. അതിനകത്ത് ചേർക്കുന്ന മുളക്, ഇന്ന് ചെയ്യാൻ പോകുന്ന കൊഞ്ചിൻ്റെ പേരെന്താന്ന് വെച്ചാൽ മാംഗ്ലൂർ പ്രോൺസ് കറിയാണ് ചെയ്യാൻ പോകുന്നത്. മാംഗ്ലൂർ ഇപ്പം എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല എൻ്റെ അനിയത്തി അർച്ചന അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു മാംഗ്ലൂരിയൻ ഫിഷ് തവ ഫ്രൈ ഭയങ്കര ടേസ്റ്റാണ് ചേച്ചി, മാംഗ്ലൂരിയൻ മട്ടൺ കറി ഭയങ്കര ടേസ്റ്റാണ് എന്നൊക്കെ ഒത്തിരി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷ് പഠിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യം എന്നെ സംബന്ധിച്ച്. അപ്പോൾ എപ്പോഴും ഞാൻ കണ്ടുപിടിച്ച എനിക്കറിയാവുന്ന അറിവുകൾ മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ പല എന്താ പറയുക ഭയങ്കര സ്വാദിഷ്ടമായ കറികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് പഠിക്കണം. അവരുടെ മുളകാണ് ഏറ്റവും വലിയ വ്യത്യാസം. അതെന്നാന്നറിയോ, സാധാരണ നമ്മളിപ്പോൾ ഈ മുളക് കാണുമ്പോൾ നമ്മൾ കാശ്മീരി മുളകായിട്ട് തോന്നും, പക്ഷേ ഇത് ബേഗഡി മുളകാണ്. ഇതിന് ഭയങ്കര എരിവ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആവശ്യത്തിന് എരിവുണ്ട്, പക്ഷെ നല്ല നിറവാണ്, ഒരു കൊഴുപ്പും നല്ലതായിട്ട് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഇതിന് വേണ്ടിയത് ഇതാ. ഇനിയിപ്പോൾ ഈ മുളക് നമ്മുടെ നാട്ടിൽ കിട്ടാൻ ഒരു ഇച്ചിരി പ്രയാസമാണ്, അതുകൊണ്ട് സാധാരണ നമ്മുടെ കാശ്മീരി ചില്ലി എടുത്താലും മതി. പിന്നെ വേണ്ടിയത് ഒരു 2 ടീസ്പൂണോളം മല്ലി, പച്ചമല്ലിയാണ് ഇത്. പിന്നെ വേണ്ടിയത് കുറച്ച് ജീരകം, അതായത് ഇത് 1 ടീസ്പൂൺ ജീരകം മതി. ഉലുവ ഒരു എന്താ പറയുക, ഒന്നെങ്കിൽ കടുക് വറുക്കാൻ എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് വറുത്ത് പൊടിക്കാൻ. അത് അങ്ങനെ നമ്മൾ ഒരുപാട് ഇട്ട് പൊടിക്കേണ്ട, ഒരു പിഞ്ച് എടുത്തിട്ട് നമ്മൾ വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഡ്രൈ റോസ്റ്റ് ചെയ്യുമ്പോൾ ഇട്ടേച്ചാൽ മതി. പിന്നെ വേണ്ടിയത് 1 കപ്പ് തേങ്ങായ. ഇത് ചിലപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം കാണിക്കുമ്പോൾ നിങ്ങൾ ഇത് നമ്മുടെ വീട്ടിൽ വെക്കുന്ന കൊഞ്ച് കറിയാ എന്ന് തോന്നും. പക്ഷേ എനിക്ക് ഇതിനകത്ത് ഇവർ വറുത്തല്ല ഇടുന്ന കണ്ടപ്പോൾ ഒരു വ്യത്യാസമായിട്ട് തോന്നി. പറഞ്ഞു തന്നപ്പോഴും ഒരു ടേസ്റ്റ് തോന്നി, അതുകൊണ്ടൊക്കെ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് 1 ടീസ്പൂൺ വെച്ചോളൂ. പിന്നെ ഒരു കുഞ്ഞ് വെളുത്തുള്ളിയില്ലേ, അതൊരു 10-12 എണ്ണം. 1 കഷ്ണം ഇഞ്ചി. ഇത് ചെറിയ ഉള്ളി എത്ര ഇടുന്നു അത്രയും നല്ലത്, മിനിമം ഒരു 8 എണ്ണം. ഇത് 8 എണ്ണം അല്ല, ഇത് കൂടുതലുണ്ട്. പിന്നെ വേണ്ടിയത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു എന്താ പറയുക ഒരു മീഡിയം സൈസ് 2 സവാള ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക. പിന്നെ ഉള്ളത് കടുക്, 2 പച്ചമുളക്. ഇത് കുടംപുളിയാ. കുടംപുളി വെള്ളത്തിട്ടേക്കുക. കറുത്ത പാത്രത്തിൽ കുടംപുളി ഇട്ടാൽ കാണാൻ ഒക്കത്തില്ല, പക്ഷെ എന്നാലും ഞാൻ പറയുക അതിനകത്ത് കുടംപുളി ചൂടുവെള്ളം ഒഴിച്ചിട്ടേക്കുക. പിന്നെ വേണ്ടിയത് ഇത് 1 കിലോ കൊഞ്ച. ഇത് ഈ പറഞ്ഞ പോലെ ഡീവെയിൻ ചെയ്താണ്, അതിൻ്റെ വെയിനെല്ലാം എടുത്ത് കളഞ്ഞതാ. പിന്നെ ഉള്ളത് ഒരു പച്ചമുളക് 2 ആയാലും മതി. ഇതിപ്പോൾ നമ്മൾ ചുമ്മാ ഒന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വെക്കുന്ന ഒരു വെറുതെ ഒരു എന്താ പറയുക ഒരു കൊഞ്ചുകറി ആയിട്ടല്ലേ തോന്നുള്ളൂ. പക്ഷേ എനിക്കെന്നാ വ്യത്യാസം തോന്നിയെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ആ മുളക്, രണ്ടാമത്തെ എന്നാന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കൊഞ്ചുകറി വെക്കുമ്പോൾ എല്ലാവരുടെ വീട്ടിലും ഞാൻ ഇങ്ങനെ ഒരു തേങ്ങ അരച്ച ഒരു മീൻ കറി വെക്കുവാണെങ്കിൽ കുരുമുളക് അധികം ചേർക്കുകയല്ല. പക്ഷെ എൻ്റെ ടേസ്റ്റും ഒരു എന്താ പറയുക സൗത്തൊക്കെ ആയിട്ട് കുറച്ച് മിക്സാണ്. എങ്കിലും പഠിച്ച ഒരു അറിവ് നമുക്കന്ന് പങ്ക് വെക്കുന്നതല്ലേ ഏറ്റവും നല്ല. അപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇതിന് വെളിച്ചെണ്ണ അല്ലാതെ വേറൊന്നുമല്ല. അത് അവരും പറയുന്നുണ്ട്. അവരൊക്കെ സാധാരണ കടുകെണ്ണ അങ്ങനെയൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മളത് ഉണ്ടാക്കുമ്പോഴത്തേന് വെളിച്ചെണ്ണയിൽ ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യുന്നത്, ഡ്രൈ റോസ്റ്റ് അല്ല, നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചേച്ച് വേണം അതൊന്ന് റോസ്റ്റ് ചെയ്യാൻ. ഇപ്പോൾ ഒരു ഇച്ചിരി 1 ടീസ്പൂണോളം ഒഴിച്ചാൽ മതി. അതായത് ഇതെല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ബേഗഡി മുളക് അതൊന്ന് വറുത്തെടുക്കാം. ഇതൊരു 10 എണ്ണം എടുത്തിട്ടുണ്ടേ. ഈ മീൻകറി ആകുമ്പോൾ ഒരു ഇച്ചിരി ഉപ്പ്, എരിവ്, പുളി ഇതെല്ലാം വേണ്ടേ. ഇതൊന്ന് മുരിയണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചുട്ടെടുക്കുക, അല്ലെങ്കിൽ സൈഡിലൊന്ന് കരിഞ്ഞു വരും, അങ്ങനെയല്ല. ഈ മുളക് ഒന്ന് എന്താ പറയുക നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യാന്ന് പറയും. പക്ഷെ അതിന് ഒറ്റതേ ഉള്ളൂ, ഇങ്ങനെ കരിഞ്ഞു പിരിഞ്ഞ് വരരുത്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് എന്നാ പറയുക മുരിയാൻ ഒത്തിരി നേരം വേണ്ട, അതുകൊണ്ട് ഇത്രയും മതി. ഇത് കഴിഞ്ഞ ആഴ്ച നമുക്ക് അല്ലാതെ തന്നെ അത് ഇച്ചിരി ഒന്ന് അരപ്പായിട്ടൊന്ന് വഴട്ടാനും ഉണ്ട്. അപ്പം ഞാൻ തന്നെ ആദ്യത്തെ സെക്ഷൻ മാറ്റുക. ആൻഡ് ദ നെക്സ്റ്റ് സെക്ഷൻ തീ വെച്ചിട്ട് കുറച്ച് വെച്ച് നമ്മുടെ ഈ ഡ്രൈ ഉണ്ടല്ലോ, അതായത് ജീരകം, മല്ലി, മുളക് ഇതെല്ലാം ഇടുവാണേ. പച്ചമല്ലി, കുരുമുളക്,
ഇത് ഇത്രയും ഇതിൻ്റെ കൂടെയാണെന്ന് ഞാൻ പറഞ്ഞത്. ഒന്നെങ്കിൽ ഇപ്പം ഒരു പിഞ്ച് ഉലുവ ഇടാം, അതല്ലെന്നുണ്ടെങ്കിൽ കടുക് വറുക്കുമ്പോഴത്തേക്ക് ഇട്ടേച്ചാലും മതി. അപ്പം ഞാൻ ഈ സ്പൂണൊന്നുമില്ല, ഒരു 2-3 അത്ര മതി. ഇത് ഒരുപാട് ഇട്ട് കഴിഞ്ഞാലും ഉണ്ടല്ലോ കഴിക്കും. ഇതും ഒരുപാട് സമയമൊന്നും എടുക്കുമല്ല, കാര്യം ഈ ചീനച്ചട്ടിയുടെ ഇച്ചിരി കട്ടിയുള്ള ഒരു പാത്രമാണ്. അന്നേരം ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് മൂക്കും. പിന്നെ എന്നാന്ന് വെച്ചാൽ ജീരകം ആന്നേൽ അധികം സമയം എടുക്കുകയല്ല മൂക്കാനായിട്ട്, പെട്ടെന്നാവുകയും ചെയ്യും. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചോണം. വേണ്ട, ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ ഓഫ് ചെയ്യുക. ഈ സമയത്ത് നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം എടുത്തു വച്ചില്ലേ, അതിടുക. ഇത് തീ ഓഫ് ചെയ്തേച്ചാണ് ഞാൻ ഇടുന്നത്. പിന്നെ ഉള്ളത് ചെറിയ ഉള്ളി. ഇതൊന്ന് ആറിയേച്ചും നമുക്ക് നല്ല മിക്സിയിൽ ഒന്ന് നല്ല മഷി പോലെ വിത്ത് നമ്മുടെ തേങ്ങായും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം ഇതിവിടെ ഇരിക്കട്ടെ. ഇത് ആറാൻ ഒരു ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചട്ടി ഒന്ന് തീ വെച്ചേച്ച് അതിനകത്തോട്ട് ബാക്കി സാധനങ്ങൾ, അതായത് ഉള്ളി കടുക് ഇതെല്ലാം ഇട്ടൊന്ന് വഴറ്റുന്ന സമയം കൊണ്ട് ഇത് തണുക്കുകയും ചെയ്യും, നമുക്ക് അരയ്ക്കാനും വെക്കും. ഞാൻ ആ സമയം ചട്ടി ചൂടാവുന്ന സമയം ഈ അരപ്പുണ്ടല്ലോ നമ്മുടെ മിക്സിയിലോട്ടാക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ചീനച്ചട്ടി തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ചീനച്ചട്ടി ചൂടായതുകൊണ്ട് ആറാൻ ഒരു ഇച്ചിരി താമസം എടുക്കും. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇതേണ്ട ഈ തേങ്ങ തിരുമ്മി വെച്ചത് ഏകദേശം 1 കപ്പോളം ഉണ്ട്, അതും ഇടുക. തേങ്ങ 1 കപ്പിൽ ഒരു ഇച്ചിരി കൂടുതലും കൂടെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. വേണ്ട, ചട്ടി ചൂടായി. ഇനി തീ കുറച്ച് വെച്ച് അതായത് നമ്മുടെ ഇത്രയും ഉള്ളി ഒന്ന് വഴറ്റണം, അതിനുള്ള എണ്ണ വേണം. മാത്രമല്ല നമ്മൾ അരപ്പ് ചേർക്കുമ്പം അതിനുമുള്ള ഒരു വഴറ്റിയെടുക്കാനുള്ള എണ്ണ വേണം. വെളിച്ചെണ്ണ ഇസ് ഓൾവേസ് സേഫ് എന്നാണ് പറയുന്നത്, അത് പേടിക്കണ്ട. ഇത് മാത്രം അല്ല നമ്മൾ അരയ്ക്കേണ്ടത്, നമ്മുടെ മുളകും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് അരയ്ക്കാനുള്ളതാ. ഇതിനകത്തോട്ട് ഞാനൊരു ഇച്ചിരി അതിന് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, ഒരു 1/2 to 1/4 തൊട്ട് ഒരു 1/2 വരെ ഉള്ള സ്പൂണ് ഇതിനകത്തോട്ട് ഇടാം. മഞ്ഞ ഒരുപാട് ഇട്ടാലും ഇല്ലേ, ആ മഞ്ഞൾപ്പൊടിയുടെ ഒരു കുത്തൽ, അതിൻ്റെ ഒരു ചൊവ കറിക്ക് മുന്നിട്ട് നിൽക്കും. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കടുക് പൊട്ടിയേച്ച് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില. കടുക് എപ്പോഴും പൊട്ടിയേച്ച് ബാക്കി ചേർക്കാവുന്നാണ് പറയുന്നത്. ഓക്കെ, തീ ഒന്ന് കുറച്ച് വെച്ച് ഇച്ചിരി കറിവേപ്പില ഇടുക. ഇതിനകത്തോട്ട് ഒരു വലിയ സവാള നമ്മൾ എന്തായാലും അരിയ, അല്ലെങ്കിൽ 2 മീഡിയം സൈസ് സവാള അരിയ. നമ്മളൊന്ന് ഇട്ട് നോക്കുക. ഇതൊന്നും വാടി ബ്രൗൺ ആവണ്ട, പക്ഷെ ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. അപ്പം എന്നാന്ന് വെച്ചാൽ വഴന്ന് മാത്രം കിട്ടുന്നതുകൊണ്ട് എന്നാന്നറിയോ, ഈ സവാളയുടെ ഒരു സ്വീറ്റ്നെസ് അതിനകത്ത് തന്നെ നിൽക്കും. അപ്പോൾ ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് ഒരു മധുരം വരും. അതുകൊണ്ട് ഇപ്പം ഇതിൻ്റെ ഒരു 3/4 ഇട്ടിട്ടുള്ളൂ. 2 സവാള അരിഞ്ഞതിൽ ഒരു 1.5 സവാളയുടെ കണക്ക് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇത് ഇനി വഴറ്റുന്ന സമയം കൊണ്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. പക്ഷെ ഇതിൻ്റെ കൂടെ ബാക്കി നമുക്ക് ഈ മുളകും കൂടെ ചേർക്കാനുണ്ട്. അപ്പം ഫസ്റ്റ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇതിനകത്തോട്ട് ഞാൻ ഈ മുളകും കൂടെ ഇടാം. വലിയ മിക്സിയെക്കാട്ടിലും കൊച്ചു മിക്സി പെട്ടെന്ന് നല്ലതായിട്ടൊന്ന് മഷി പോലെ അരഞ്ഞു കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇതിനോട് കൈവച്ചാൽ. അല്ലെന്നുണ്ടെങ്കിൽ വലിയ മിക്സി എടുക്കത്തുള്ളൂ. അമ്മമാരൊക്കെ ഇപ്പോൾ മനസ്സുകൊണ്ട് ആലോചിക്കുന്നുണ്ടാവും എന്നത്തിനായി ചെറിയ മിക്സി എടുത്ത് വെച്ച് അരയ്ക്കുന്നതെന്ന്. ഇച്ചിരി ഒന്ന് താന്നിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് ഇനി നല്ല പേസ്റ്റ് പരുവത്തിന്. മിക്സിയുടെ അരവ് കേൾക്കുമ്പോൾ നമുക്കറിയാം അല്ലേ, ഒരു ഇച്ചിരി കൂടെ
വെള്ളം വേണം എന്നുള്ളത്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ആറട്ടെ, എന്നിട്ട് ഇച്ചിരി കൂടെ അരയ്ക്കാനുണ്ട്. നല്ല പേസ്റ്റ് ആവണം, ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചേച്ച് നല്ലോണം പേസ്റ്റ് പരുവത്തിൽ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഇനി എന്നാ ചെയ്യേണ്ട ഒരു ഓപ്ഷനോട് പറയാം. ഇപ്പൊ ഞാനിവിടെ കുടംപുളി എടുത്തേ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാളംപുളി എടുക്കാം. വാളംപുളി എടുക്കുവാണെങ്കിൽ പിഴിഞ്ഞ് ചേർക്കുന്നതിന് വരെ അതിന്റെ ഗുരുവെല്ലാം മാറ്റി വെച്ച് ഈ അരപ്പിന്റെ കൂട്ടത്തിൽ തന്നെ അരച്ചെടുത്താലും നല്ല ടേസ്റ്റാ. ഇതെല്ലാം നമ്മുടെ ഇഷ്ടം പോലെ. ഇപ്പൊ കുടംപുളി വീട്ടിലില്ലെങ്കിൽ വാളംപുളി എടുത്തോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് ഉള്ളി ഒരു ഇച്ചിരി കൂടെ ഒന്ന് വാടിയാൽ മതി. അപ്പോഴത്തേക്ക് ഞാൻ ആ ബാക്കിയും കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഓക്കെ, തന്നെ നല്ല പേസ്റ്റ് പരുവത്തിനായിട്ടുണ്ട്. ഇനി ഞാൻ തേണ്ട ഈ അരപ്പ് നമ്മുടെ ഈ ഉള്ളി വഴുന്നത് കണ്ടല്ലോ, അതിന്റെ പരുവം ഒന്നും ഈ പറഞ്ഞ പോലെ അങ്ങ് മൊരിഞ്ഞിട്ടില്ല, പക്ഷെ ഒന്ന് വാടിയത് മാത്രമല്ല ആ ഉള്ളിയുടെ അകത്തുള്ള ഒരു വാട്ടർ കണ്ടന്റ് ഇല്ലേ, അതൊന്ന് പോണം, അത്രേ ഉള്ളൂ. എന്നിട്ട് ഈ അരപ്പ് മുഴുവനും അതിനകത്തോട്ട് ഇടണം. ഈ അരപ്പൊന്നും കളയണ്ട, ഇച്ചിരി വെള്ളം ഒഴിച്ചെടുക്കുക. ഇനി ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, നമ്മൾ ഈ വഴറ്റിയേച്ച് ഈ അരപ്പ് ഇതിൻ്റെ ഒരു പച്ചച്ചോവ പോവാനായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. എന്നും പറഞ്ഞ് ഫ്രൈ ആവുകയല്ല വേണ്ടേ, ഒന്ന് അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു റോ ടേസ്റ്റ് എന്തായാലും ഉണ്ടാവും. നമ്മളൊരു എന്താ പറയുക ഡ്രൈ റോസ്റ്റ് ചെയ്തു, പക്ഷെ എന്നാലും ഒരു ഇച്ചിരി അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഗ്ലേസ് വരിക എന്ന് പറയില്ലേ, അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ എൻ്റെ എരിവിന് കണക്കാക്കിയ ഒരു 10 മുളക് എടുത്തത്, അതല്ല കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനിയിപ്പോൾ കാശ്മീരി മുളകാണെങ്കിൽ ഇത്ര എരിവ് കാണത്തില്ല, പക്ഷേ നല്ല നിറവായിരിക്കും, അതിനൊരു ആ കറിക്ക് ഒരു കൊഴുപ്പും കിട്ടും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ. ഇതിപ്പോൾ എനിക്ക് ഈ മുളക് കിട്ടിയതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ആരെങ്കിലും എന്താ പറയുക മൂകാംബിയൊക്കെ പോകുന്ന സമയത്ത് മേടിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ആ ഒഴിച്ച വെള്ളമില്ലേ, ഇനിയിപ്പോൾ അതിൻ്റെ പരുവ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. ഒരു ഗ്ലേസ് എന്നൊക്കെ പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ അതിൻ്റെ പരുവ് എന്നാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വെള്ളമെല്ലാം ചേർത്തല്ലേ ഈ കറി പേസ്റ്റ് ആക്കിയത്, തേങ്ങ അരച്ച് പേസ്റ്റ് ആക്കിയത്. അപ്പോൾ അത് നമ്മൾ ചേർക്കുന്ന വെള്ളം ഒന്ന് വറ്റിയേച്ച് ആ ചട്ടി ഒന്ന് ഡ്രൈ ആവുകയല്ലേ, ആ പരുവ് അങ്ങ് കൂട്ടി വെച്ചാൽ മതി. വേണ്ടേ, ഈ ബബിൾസ് കാണുമ്പോഴേ നമുക്ക് അറിയാം അതിനകത്ത് ഇച്ചിരി കൂടെ വെള്ളം ഉണ്ടെന്ന്. അന്നേരം ആ വെള്ളം ഒന്ന് പോയേച്ച്, അതായത് പെട്ടെന്ന് പറ്റും, പ്രത്യേകിച്ച് ചട്ടിയാ, പിന്നെ ഹൈ ഫ്ലെയിമാ, അന്നേരം അധികം നേരം ഒന്നും എടുക്കുകയല്ല. ബബ്ലിങ് എല്ലാം മാറി. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുടംപുളിയുടെ വെള്ളം ഫസ്റ്റ് ഒഴിച്ചേച്ച് ഞാൻ ഒരു പുളിയെ ഇടുന്നുള്ളൂ. കാരണം ചില പുളിക്ക് ഭയങ്കര പുളിയാ, ചിലതിന് കാണുകയില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ അറിവ് അറിയാമല്ലോ, നമ്മൾ ഒരു പ്രാവശ്യം ഇതിപ്പോൾ ഞാൻ പുതിയ പുളിയാണ് മേടിച്ചേക്കുന്നത്, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ പരുവം, അതായത് പുളിയുടെ ഒരു പുളിയുണ്ടല്ലോ അത് എത്രയാണെന്നുള്ളത് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതേണ്ട ഒരു വലിയ കഷ്ണം ഇടുക. പക്ഷെ ഇത്രയും കൊഞ്ചുള്ള സ്ഥിതിക്ക് ഒരു കഷ്ണത്തിൽ നിൽക്കുമല്ലെന്ന് തോന്നുന്നു, എന്നാലും ഒരു കഷ്ണവും കൂടി ഇട്ടേക്കാം. ഇനിയിപ്പോൾ അഥവാ തിളച്ച് കഴിഞ്ഞേച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റാമല്ലോ. ഇനി ഇതിൻ്റെ ഈ വെള്ളം ഒന്ന് പറ്റി കഴിഞ്ഞാൽ ഞാൻ ഈ അരപ്പിന് വേണ്ടിയിട്ടുള്ള വെള്ളം, അതായത് കൊഞ്ചിന്ന് വെള്ളം ഇറങ്ങും, എന്നാൽ നമ്മുടെ കറിക്കുള്ള ഒരു തിക്നെസ് നമുക്കറിയാം, അതനുസരിച്ചുള്ള വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കണം. ഇതുവരെ ഞാൻ ഉപ്പിട്ടില്ല, ഇടാൻ പോകുന്നേ ഉള്ളൂ. ഇനി ഇത്രയും വെള്ളം ഞാൻ ഒഴിക്കുന്നുള്ളൂ, എനിക്ക് ഇത്രയും മതി. കാര്യം കൊഞ്ചിന്നും കൂടെ കുറച്ച് വെള്ളം ഊറുവേ. ഇനി എന്നാ ചെയ്യണ്ടേ, ഇച്ചിരി ഉപ്പ്. കൊഞ്ചിനും ബേസിക്കലി കുറച്ച് ഉപ്പുണ്ട് ആ മീനിന്, ഞാൻ ഒത്തിരി ഇടുന്നില്ല. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടാമല്ലോ.
സാധാരണ നമ്മുടെ ഇവിടെ വന്ന എല്ലാവരും ലെജൻസ് അബേദക്ക, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഷെഫ് പിള്ള, ഇവരെല്ലാവരും വന്നപ്പോൾ നമ്മളോട് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. എന്നറിയോ, കൊഞ്ചിനധികം വേവില്ല എന്നുള്ളത്. അപ്പം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ അരപ്പൊന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം ഒരു എന്താ പറയുക, ഒരു 10 മിനിറ്റ് അപ്പോഴത്തേക്ക് നമ്മൾ ഒഴിച്ച എണ്ണ അതെല്ലാം ഒന്ന് തെളിഞ്ഞു വരും. തെളിഞ്ഞ് വെച്ച് കൊഞ്ചിട്ടാൽ മതി. കാര്യം എന്നാന്ന് വെച്ചാൽ എന്നാ അറിയോ, കൊഞ്ചിനധികം വേവില്ല. 5 മിനിറ്റ്സ് വേവ് അല്ലെങ്കിൽ 7 മിനിറ്റ്സ് വേവേ ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളായിട്ട് ഇനി അതിനെ ഒരുപാട് വേവിച്ചാൽ അത് റബ്ബറി പോലെ ആയിപ്പോകും എന്ന് പറയുന്നത്. അപ്പോൾ ആ സോഫ്റ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് തിളച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് കൊഞ്ചിടാം. അപ്പം നമ്മുടെ കറി അങ്ങ് തിളയ്ക്കുക. അതുകൊണ്ട് എണ്ണ ഈ പറഞ്ഞ പോലെ ഇച്ചിരി ആയിട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. അന്നേരത്തേന് ഞാൻ ഈ കൊഞ്ച് ഇതിനകത്തോട്ട് ഇടുക. അതിൻ്റെ മുമ്പിൽ നമുക്ക് 2 പച്ചമുളകും കൂടെ ഇതിനകത്ത് ഇടണം. വെച്ചാൽ മറ്റേ ഞാൻ ചേർത്തിരിക്കുന്ന ബേഗഡി മുളക് എന്ന് പറയുന്ന ഇച്ചിരി എരിവുള്ളത് കൊണ്ട് ഒത്തിരി ഇടത്തില്ല. നമ്മുടെ നാട്ടിൽ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എരിവ് അനുസരിച്ച്, ഇത് 2ആയിട്ട് കീറിയ മുളകാണ്, നേരെ ഞാനൊരു 2 എണ്ണം ഇതിനകത്തോട്ട് ഇടുക. ഇത്രയും കൊഞ്ചിന് അത്രയും മുളക് മതിയോ എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലെ മുളകാണെങ്കിൽ പോരാ, 2-3 പച്ചമുളകൊക്കെ നമ്മൾ ഇടും. പക്ഷേ ഇതായതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചമുളക് കുറച്ചെന്നേ ഉള്ളൂ. അപ്പം ഇനി ഇതിനകത്തോട്ട് കൊഞ്ച് ഓക്കെ. ഇനി എന്നാന്ന് വെച്ചാൽ മൈ ഫേവറേറ്റ്, അത് വേണ്ടിയിട്ടൊന്നുമല്ല, ഈ കറി ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ, അതിട്ടില്ലെങ്കിലേ ആ കറിക്കൊരു ഉണ്ട്. എന്നാലും ഒരു 2 തണ്ട്, അങ്ങനെ ചെറിയ തണ്ടായിരുന്നു, ഞാൻ അങ്ങനെ തന്നെ ഇടാവേ. അത് ഇട്ടില്ലെങ്കിൽ ഒരു സുഖമില്ല. ഇത്രയേ ഉള്ളൂ നമ്മുടെ മാംഗ്ലൂരിയൻ പ്രോൺസ് കറി. Ali's Kitchen. Let's cook with love.